Module number 1.11.01. Topic name ICT and Internet. ഹലോ സുഹൃത്തുക്കളെ, ഈ മോഡ്യൂളിൽ നാം ICT ആൻഡ് ഇൻ്റർനെറ്റിനെ കുറിച്ച് പഠിക്കാം. ഇൻ്റർനെറ്റ്, ഇമെയിൽ ആപ്ലിക്കേഷൻ, ലേണിംഗ്, ഡിജിറ്റൽ സ്കിൽ ആപ്പ്, LMS ടൂൾസ്, ഭാരത് സ്കിൽ വെബ്സൈറ്റ്. ഇൻ്റർനെറ്റ് എന്താണ്? ഇൻ്റർനെറ്റ് TCP IP എന്ന് വിളിക്കുന്ന സ്റ്റാൻഡേർഡ് ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ സ്യൂട്ട് ഉപയോഗിച്ച് ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ഉപയോക്താക്കൾക്ക് സേവനം നൽകുന്ന പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്ന കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകളുടെ ആഗോള സംവിധാനമാണ്. ഇൻ്റർനെറ്റ് പ്രൈവറ്റ്, പബ്ലിക്, അക്കാദമിക്, ബിസിനസ്, ഗവൺമെൻറ് നെറ്റ്വർക്കുകൾ എന്നിവയുമായി മില്യൺ കണക്കിന് കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകളുടെ ഒരു നെറ്റ്വർക്കാണ്. വൈവിധ്യമാർന്ന ഇലക്ട്രോണിക്സ്, വയർലെസ്, ഓപ്റ്റിക്കൽ നെറ്റ്വർക്കിംഗ് സാങ്കേതിക വിദ്യകളുമായി ഇത് ബന്ധിപ്പിച്ചിരിക്കുന്നു. ഇൻ്റർനെറ്റ് പല കാര്യങ്ങൾക്കായും ഉപയോഗിക്കുന്നു. ഉദാഹരണത്തിന്, നമ്പർ 1 ഇമെയിൽ, നമ്പർ 2 ഓൺലൈൻ ചാറ്റിംഗ്, നമ്പർ 3 ഫയൽ ഷെയറിംഗ് ആൻഡ് ട്രാൻസ്ഫറിംഗ്, നമ്പർ 4 entertainment, number 5 news group Usenet, number 6 social networking, number 7 web pages, number 8 bloggers, number 9 interesting വെബ്സൈറ്റ്സ്. ഇൻ്റർനെറ്റ് ഇന്നത്തെ ലോകത്ത് വളരെ പ്രധാനപ്പെട്ടതാണ്, പ്രത്യേകിച്ച് വിദ്യാഭ്യാസ രംഗത്ത്. നമ്പർ 1 അധ്യാപകർ അവരുടെ പാഠങ്ങൾ പഠിപ്പിക്കുവാൻ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നു. മാന്യമായ യൂണിവേഴ്സിറ്റികളുടെ എണ്ണം ഏവർക്കും സൗജന്യ ഓൺലൈൻ ലെക്ചറുകളും കോഴ്സുകളും തുറന്നിട്ടിരിക്കുന്നു. ഇൻ്റർനെറ്റ് ഇന്നത്തെ ലോകത്ത് വളരെ പ്രധാനപ്പെട്ടതാണ്, പ്രത്യേകിച്ച് വിദ്യാഭ്യാസ രംഗത്ത്. നമ്പർ 1 വിരമിച്ച അധ്യാപകർക്ക് ദരിദ്ര രാജ്യങ്ങളിലെ കുട്ടികളെ പഠിക്കുവാൻ, വിദ്യാഭ്യാസം നൽകുവാൻ ഇൻ്റർനെറ്റ് അനുവദിക്കുന്നു. നമ്പർ 2 ഇൻ്റർനെറ്റ് വ്യാപകമായ ഉപയോഗം ഒരുപാട് പേരിലേക്ക് അറിവുകളുടെ സ്രോതസ്സ് തുറന്നിട്ടിട്ടുണ്ട്. ഇൻ്റർനെറ്റ് വിദ്യാഭ്യാസത്തെ പല വിധങ്ങളിലായി ഉന്നതമാക്കുന്നു. നമ്പർ 1 അധ്യാപകർ വിദ്യാർത്ഥികൾക്ക് ഇൻ്റർനെറ്റ് ഉപയോഗിച്ച് കൂടുതൽ വിഭവങ്ങളും സാധനങ്ങളും നൽകുന്നു. ഉദാഹരണത്തിന് ഇൻട്രാക്റ്റീവ് ലെസൺസ്, എഡ്യൂക്കേഷണൽ ഗെയിംസ്. നമ്പർ 2 പല കോളേജ് കോഴ്സുകളും ഹൈബ്രിഡ് മോഡൽ ഉപയോഗിക്കുന്നു. അവയിൽ പല പാഠങ്ങളും ഓൺലൈനിൽ പൂർത്തിയാക്കുന്നു. കുറഞ്ഞ ക്ലാസ് മീറ്റിങ്ങുകൾ ആവശ്യപ്പെടുന്നു. ഇൻ്റർനെറ്റ് വിദ്യാഭ്യാസത്തെ പല വിധങ്ങളിലായി ഉന്നതമാക്കുന്നു. നമ്പർ 3 ഇത് വിദ്യാർത്ഥികളെ ക്യാമ്പസിലേക്ക് പ്രവഹിക്കാതിരിക്കാനും എല്ലാ ദിവസവും ഭാരമുള്ള പുസ്തകങ്ങൾ കൊണ്ടുവരാതിരിക്കാനും സഹായിക്കുന്നു. നമ്പർ 4 പരീക്ഷകൾ, ഹോംവർക്ക്, വിദ്യാർത്ഥികൾക്കായുള്ള സഹകരണങ്ങൾ, ഗവേഷണം എന്നിവയൊക്കെ ഇൻ്റർനെറ്റ് ആക്സസ് ഉള്ള ഏതെങ്കിലും കമ്പ്യൂട്ടറിൽ നിന്ന് ചെയ്യുവാനായിട്ട് കഴിയുന്നതാണ്. നമ്പർ 5 ഹൈബ്രിഡ് അല്ലാത്ത ക്ലാസ്സുകൾക്കും ഇൻ്റർനെറ്റ് സാധാരണ പഠനത്തിന് കൂട്ടിച്ചേർത്തും ഉപയോഗിക്കുന്നു. ഇമെയിൽ ആപ്ലിക്കേഷൻ ഫെസിലിറ്റേറ്റേഴ്സ് വിവരങ്ങളുടെ പ്രക്ഷേപണം, ഡൗൺലോഡിംഗ്, ആശയവിനിമയം, അധ്യാപകർക്കും കൂട്ടുകാരുമായി ഇൻട്രാക്ഷൻ എന്നിവയെ സജ്ജമാക്കുന്നു. ഇതൊരു കോഴ്സിൻ്റെ പ്രവൃത്തികൾ അല്ലെങ്കിൽ പഠനത്തെ പൂർത്തിയാക്കുവാനായി സഹായിക്കുന്നു. ലേണിംഗ്
പല സംഘടനകളും ഇൻഡസ്ട്രിയൽ ഹൗസസ്, ബിസിനസ് ഹൗസസ്, ഗവൺമെൻറ്, പ്രൈവറ്റ് സെക്ടർ എന്നിവയെ ഇൻ്റർനെറ്റ് ഉപയോഗിച്ച് ദൂര വിദ്യാഭ്യാസവും പരിശീലനവും പ്രദാനം ചെയ്യുന്നു. ഇവ സാധാരണമായി വീഡിയോയിലെ ലെക്ചറുകളുമായോ ഇമെയിൽ വഴിയായോ ഈ ലൈബ്രറിയിലേക്കുള്ള ആക്സസ് വഴി നടത്തപ്പെടുന്നു. ഇ ലേണിംഗ് മുഖേന ദൂരെയുള്ള ഒരുപോലെ അടുത്തുള്ള അയൽക്കാർ വരെയും അവരെ വിർച്വലായിട്ട് പഠിപ്പിക്കപ്പെടാം. ഡിജിറ്റൽ സ്കിൽ ആപ്പ് IT നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ വലിയ രീതിയിൽ സ്വാധീനിച്ചിരിക്കുന്നു. ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ, കമ്പ്യൂട്ടറുകൾ, മൾട്ടിമീഡിയ എന്നിവയെ നാം എല്ലാ ദിവസവും ഉപയോഗിക്കുന്ന ഘടകങ്ങളാണ്. ഈ പ്രവർത്തനങ്ങൾ സജ്ജമാക്കുന്ന ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ ആപ്സ് ധാരാളമുണ്ട്. LMS ടൂൾസ്, ലേണിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റംസ്, LMS സർവകലാശാലകളും മറ്റു സംഘടനകളും താഴെ പറയുന്ന പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നു. നമ്പർ 1, വിവരങ്ങൾ നൽകുന്നു. നമ്പർ 2, രജിസ്ട്രേഷൻ. നമ്പർ 3, ഫീസ് അടയ്ക്കൽ. നമ്പർ 4, പഠനോപകരണങ്ങളുടെ വിതരണം. നമ്പർ 5, ലൈബ്രറി സേവനങ്ങൾ. നമ്പർ 6, പ്രഭാഷണങ്ങൾ. നമ്പർ 7, സെമിനാറുകൾ. നമ്പർ 8, അസൈൻമെൻറ്റുകളുടെ സമർപ്പണവും വിലയിരുത്തലും. നമ്പർ 9, പരീക്ഷ എഴുതുന്നു. നമ്പർ 10, പരിശീലകനും പഠിതാവുമായ ഇടപെടൽ. ഭാരത് സ്കിൽസ് വെബ്സൈറ്റ്. ഈ വെബ്സൈറ്റ് സ്കിൽസിൻ്റെ ഒരു സെൻട്രൽ റെപ്പോസിറ്ററി ആണ്. ഇത് പഠിതാക്കൾക്ക് നൽകുന്നു. നമ്പർ 1, NSQF കരിക്കുലം. നമ്പർ 2, കോഴ്സ് മെറ്റീരിയൽ. നമ്പർ 3, വീഡിയോസ്. നമ്പർ 4, ക്വസ്റ്റ്യൻ ബാങ്ക്സ്. നമ്പർ 5, മോക്ക് ടെസ്റ്റ്. അതിനാൽ പ്രിയ സുഹൃത്തുക്കളെ, ഈ മോഡലിൻ്റെ ആദ്യ ഭാഗത്തിൻ്റെ അവസാനത്തിലേക്ക് നാം എത്തുകയാണ്. ഈ ഭാഗത്തിൽ പഠിച്ചതിൻ്റെ ഒരു സംക്ഷിപ്ത റീക്യാപ്പ് നമുക്കെടുത്ത് നോക്കാം. നമ്പർ 1, ഇൻ്റർനെറ്റ്. നമ്പർ 2, ഇമെയിൽ ആപ്ലിക്കേഷൻ. നമ്പർ 3, ഇ ലേണിംഗ്. നമ്പർ 4, ഡിജിറ്റൽ സ്കിൽസ് ആപ്പ്. നമ്പർ 5, LMS ടൂൾസ്. നമ്പർ 6, ഭാരത് സ്കിൽസ് വെബ്സൈറ്റ്.